عن أنس رضي الله عنه قال لما ثقل النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ച് അത് കൂടുതലായപ്പോൾ ജഅല യതഗശാഹു ഫഖാലത് ഫാത്തിമ അലൈഹിസ്സലാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാ ഖർബ അബാഹ്, എന്റെ ഉപ്പയുടെ ഒരു വിഷമം, എന്റെ ഉപ്പയുടെ പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട്. ഫഖാല ലഹ ലൈസ അല അബീക കർബുൻ ബഅദൽ യൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ മരിക്കാറായിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, നിന്റെ ഉപ്പാക്ക് ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവുകയില്ല, അത് അവസാനത്തെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർസഖും ആഖിറത്തും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ള, അല്ലാഹു തആല ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഫലമ്മ മാത, അവിടുന്ന് വഫാത്തായപ്പോൾ ഖാലത്ത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബതാ, എന്റെ ഉപ്പ, അജാബ റബ്ബൻ ദആഹ്, തന്നെ ക്ഷണിച്ച തന്റെ റബ്ബിന് അദ്ദേഹം ഉത്തരം ചെയ്തിരിക്കുന്നു. യാ അബതാ മിൻ ജന്നത്തിൽ ഫിർദൗസി മഅവാഹ്, എന്റെ ഉപ്പ സ്വർഗ്ഗത്തിലേക്കാണ്, ജന്നത്തുൽ ഫിർദൗസിലേക്കാണ് പോകുന്നത്. ഫലമ്മ ദുഫിന, അങ്ങനെ ഖബറടക്കി കഴിഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടി കഴിഞ്ഞപ്പോൾ, ഖാലത്ത് ഫാത്തിമ അലൈഹിസ്സലാം, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അനസ്, അനസ് റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, അത്വാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുകളിൽ മണ്ണ് വാരിടാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നവർ ചോദിച്ചു. എന്നാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് മണ്ണ് വാരിടാൻ പറ്റിയത്? അത്രത്തോളം സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബുണ്ടായിരുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം. ഫകാന സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം അനസ് ബിൻ മാലിക്കിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ താബിഇയാണ്. അദ്ദേഹമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് ബിൻ മാലിക് ഇത് പറഞ്ഞതായിട്ട് സ്വഹീഹ് ബുഖാരിയിലുള്ളതാണ്. കാന സാബിത്ത്, അദ്ദേഹം ഈ കഥ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇദാ ഹദ്ദസ ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് ഉദ്ധരിച്ചാൽ, റസൂലിന്റെ വഫാത്തിന്റെ ഈ ഹദീസ്, ഫാത്തിമ ബീവി പറഞ്ഞ ഈ ഹദീസ്, ബക ഹത്താ തഖ്തലിഫ അദ്ലാഉഹു, അദ്ദേഹം കരയുമായിരുന്നു. എത്രമാത്രം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചും മാറൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകുമെന്ന് തോന്നിപ്പോകും, അത്രമാത്രം അദ്ദേഹം കരയുമായിരുന്നു. അപ്പോൾ സ്വഹാബത്തിന്റെ ആ പാരമ്പര്യം അവർ താബിഈങ്ങൾ കൈമാറിയതാണ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ഹുബ്ബുണ്ടായിരുന്നു. ഇത് ഒരു സുന്നത്തായ കാര്യം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉണ്ടായാൽ നല്ലത് എന്നൊരു കാര്യമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, തന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും എന്നോട് ഹുബ്ബുണ്ടാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ശരിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ കുറ്റക്കാരാകും. സ്വന്തം മാതാപിതാക്കളെക്കാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. കാരണം ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കായികയാണ്, ആ പറയപ്പെട്ട കാര്യം വാജിബായിരിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് ഫർളാണ്, അതിന്റെ ഹുക്മ് ഫർളാണ്. അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കണം, എന്നാലേ ഇത് ഉണ്ടാവുകയുള്ളൂ. ചെറുപ്പം മുതലേ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ ഹുബ്ബ് തോന്നുന്നത്? നമ്മൾ ആദ്യം കാണുന്ന അവരെയാണ്, നമ്മുടെ ചെറുപ്പം നമ്മൾ ചെലവഴിക്കുന്ന അവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരൊരിക്കലും മറക്കാൻ പറ്റാത്തത്. അതുപോലെ ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, ഇത് പറഞ്ഞ് മനസ്സിലാക്കി, അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ വായിക്കണം, റസൂലിന്റെ സീറ പഠിക്കണം. അങ്ങനെ കൺമുന്നിൽ കാണുന്നത് പോലെ ആ രംഗങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, ചരിത്രം പഠിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബുണ്ടാകും. അതായിരുന്നു സ്വഹാബത്തിനും താബിഈങ്ങൾക്കും ഉണ്ടായിരുന്നത്. وروى البخاري عن أنس رضي الله عنه قال لما ثقل النبي صلى الله عليه وسلم جعل يتغشاه فقالت فاطمة رضي الله عنها وكرب أباه فقال لها ليس على أبيك كرب بعد اليوم فلما مات قالت يا أبتاه أجاب ربا دعاه يا أبتاه من جنة الفردوس مأواه يا أبتاه إلى جبريل ننعاه فلما دفن قالت فاطمة رضي الله عنها يا أنس أطابت أنفسكم أن تحثوا على رسول الله صلى الله عليه وسلم التراب